ഹലോ നമസ്കാരം. അപ്പോൾ നമുക്കിന്നൊരു ഹെയർ കെയർ വീഡിയോ കണ്ടാലോ? നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് താരൻ, മുടി കൊഴിച്ചിൽ, അതുപോലെ തല ചൊറിച്ചിലൊക്കെ. അപ്പോൾ അതിനുള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ റോസ്മേരി വെച്ചിട്ട് ഒരു വാട്ടറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റോസ്മേരി വാട്ടറിൽ ഞാൻ നമ്മളെ വീട്ടിലുള്ള ഒരു 3 സാധനങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റെമഡിയാണ് ഇത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ റോസ്മേരി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു റോസ്മേരി 1 മണിക്കൂർ നേരം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു ഓവർനൈറ്റൊക്കെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് അവിടെ വെക്കുക. ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തേക്കുള്ളതാണ്. നമുക്ക് ഇത് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ താരനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം ഞങ്ങൾ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം. പിന്നെ നമുക്ക് പലർക്കും അറിയാത്ത കാര്യമാണ് ഗ്രാമ്പു. നമ്മുടെ ഹെയർ കെയറിന് പറ്റുന്നൊരു സാധനമാണ്. അതുപോലെ ഒരു ഗ്രാമ്പു ഒരു 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ ഹെയർ ഗ്രോത്തിന് പറ്റുന്ന നല്ലൊരു സാധനമാണ്. നമ്മൾ ഓയിൽ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിൽ ഇടുന്നൊരു സാധനമാണ് കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം അത് എന്താ ചെയ്യുക, ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കിയാലാണ് അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉലുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് തണുക്കുന്നത് വരെ നമ്മൾ മൂടി വെക്കണം. പക്ഷേ ഞാനിത് ചൂടോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അരിപ്പയിലേക്ക് അരിച്ച് കൊടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ നോക്കിയാൽ നല്ലൊരു കളറാണ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ റോസ്മേരിക്ക്. അപ്പോൾ ഈ റോസ്മേരി നമുക്ക് കുറച്ച് ദിവസം നമ്മൾ പുറത്ത് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബോട്ടിലാക്കി പുറത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതൊരു സ്പ്രേയറിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും. ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് എൻ്റെ മോൻ്റെ തലയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അവന് നല്ല ഹെയർ ഫോൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ ആൾ എപ്പോഴും റോസ്മേരി വാട്ടർ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറയും. ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ റോസ്മേരി വാട്ടർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇത് ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും തലയോട്ടിയിലും മുടിയിലും ഒക്കെ ആക്കി കൊടുക്കുക. നല്ലതാണ്. അപ്പോൾ ഇതാക്കിയതിന് ശേഷം നല്ലൊരു മസാജും കൂടി കൊടുക്കണം. നന്നായിട്ട് മസാജ് ചെയ്താൽ നൈറ്റാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റ് കിടക്കാൻ നേരത്ത് ഇതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ.